ഹായ്, ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കലാകുടുംബത്തെയാണ്. ഒരു കുടുംബത്തിൽ ഒരുപാട് കലാകാരന്മാർ. കൂടുതൽ വിശേഷങ്ങൾ കാണാം, തിരിച്ചു വരാം. മലരേ മൗനമാ മൗനമേ വേദമാ மலர்கள் பேசுமா பேசினால் ஓயுமா நன்பே மலரே மௌனமா மௌனமே வேதமா பாதி ஜீவன் கொண்ட தேகம் வாழ்ந்து வந்ததோ மீது ஜீவன் உன்னை பார்த்து போது வந்ததோ ஏதோ சுகம் உள்ளூரதே ஏனோ மனம் தள்ளாடுதே ஏதோ சுகம் உள்ளூரதே ஏனோ மனம் தள்ளாடுதே விரல்கள் தொடவா விருந்தே பெறவா மார்போடு கண்கள் மூடவா மலரே மௌனமா மலர்கள் பேசுமா അറബിക്കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയുരുട്ടി കളിയല്ലോ. അറബിക്കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയുരുട്ടി കളിയല്ലോ. ആ ആ ಯಾರಿವಳು ಯಾರಿವಳು ಸೂಜಿ ಮಲ್ಲಿ ಕಣ್ಣವಳು ರಾಮನಲ್ಲಿ ತೋಟದಲ್ಲಿ ಗಮ್ಮನಂದು ಅರಳಿದಳು. ಮಾತಿದನಿ ಹೇಳಿದರೆ ತಾಳಗೆ ಸಿಗದು, ಆಡಲಿ ಹೇಳು ಅಂದದ ಸಾಲು. ಮಾಟಿನಲ್ಲಿ ಹೇಳಿದರೆ ತಾಳಗೆ ಸಿಗದು, ಆಡಲಿ ಹೇಳು ಅಂದದ ಸಾಲು. ಯಾರಿವಳು ಯಾರಿವಳು ಸೂಜಿನಲ್ಲಿ ಕಣ್ಣವಳು, ರಾಮನಲ್ಲಿ ತೋಟದಲ್ಲಿ ಗಮ್ಮನಂತೂ ಅರಳಿದಳು. മാറിവില്ലിന്തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. മാറിവില്ലിന്തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ കൊതിതുള്ളി നിൽക്കവേ. നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ. चाहूँगा मैं तुझे
सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैंने दूंगा, आवाज मैंने दूंगा। चाहूंगा मैं तुझे सांझ सवेरे, देख मुझे सब है पता, सुनते हैं तू मन की सदा। देख मुझे सब है पता, सुनते हैं तू मन की सदा। मितुआ मेरे यार तुझको बार बार आवाज मैंने दूंगा, आवाज मैंने दूंगा। അനവദ്യമോഹരാത്രി ഒരിക്കലും മായുകില്ലേ, അനവദ്യമോഹരാത്രി പാൽക്കടലലയാ ഇനി സംഗമോത്സവം. ഓ ബാദുഷാ ഇത് സ്വർഗസംഗമം. നിന്റെ അഴകിരേ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം വീട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്ത് പിൻകിന്നരൻ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം വീട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്ത് പിൻകിന്നരൻ. മണിവിളക്കിലങ്ങണ കയ്യാലെ വിരൽ വിളിക്കണതാരാണ്, മണിവിളക്കിലങ്ങണ കയ്യാലെ വിരൽ തൊട്ട് വിളിക്കണതാരാണ്. മുഴുതിങ്കളുതുക്കിട മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കളുതുക്കിട മുകിലോരം മുരശൊലി മുഴക്കണതാരാണോ. വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടിപ്പാടാൻ നിരമാ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം വീട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്തോപ്പിൽ.
कुछ है ऐसा ही अब मैं सो से दिल को हो रहा है, बरसों के पुराने जख्म पे मरहम लगा सा है। कुछ ऐसे छुपन इस लम्हे में, ये लम्हा कहाँ था मेरा, अभी सामने इसे छोड़ो जरा, मर जाओ याद जरा, खुशियाँ झूम लो यारो जरा, मर जाओ या जी रो जरा, अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी। ധുന്ന ചിലങ്കെ നിന്റെ താളം ലാസ്യ ലാസ്യ താളം ധും ധും തന ധുന്ന ചിലങ്കെ നിന്റെ താളം ലാസ്യ ലാസ്യ താളം ധും ധും തന ധുന്ന ചിലങ്കെ നിന്റെ താളം നിന്റെ താളം സുഹറ ബത്തൂൽ സാക്കിയ റാലിയ ഷജറുകൾ തരമാസലമിൻ്റെ സുഹൃതം തരും ഗുരു ശരഫുടനിധി മതി സന്തോഷപ്പുന്തരുൾ ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾക്ക് സുര അഹമ്മദ് പുണർന്ന സുഗന്ധവല്ലി മികഴ്ന്ന പുകന്ത കന്നി പരത്തന്ന പിക്കുമ്പോൾ ഫാത്തിമത്ത് സുഹറ മച്ചമുള്ള ക്ഷണം വച്ചൊരു റോജ മിക മിക തിക തിക സഹിയലി ഹോജ തരുൾ കരുൾ ഭൂഷരാനബിതൻ പൊരുമകൾ സുഹറ. मेरे डोलना सुन मेरे प्यार की धुन, मेरे डोलना सुन मेरे चाहते तो फिजा में जिंदा ഭയങ്കര പിച്ചാടാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ?
സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെപ്പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? വളരെ മനോഹരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു. ഒന്നും പറയാനില്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയും പേര് കലാകാരന്മാരെന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. അതുപോലെ തന്നെ ടീച്ചറെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തതാണ്. നല്ല വ്യൂവേഴ്സ് ഉണ്ടായിട്ടുണ്ട്, നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അതിൽ പലരും പറഞ്ഞിരുന്നു കുടുംബം എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ്, അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അതിലാണിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും പിന്നെ ഈ വീഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ചേച്ചി കുറേ വിശേഷങ്ങൾ. ഞാൻ ടീച്ചറായിരുന്നു, പക്ഷെ ഇപ്പോൾ KSRTCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഹസ്ബൻഡ്. ഞങ്ങൾ രണ്ടുപേരും KSRTCയിലാണ്. ഇപ്പോൾ ഡ്രൈവറാണ്. പിന്നെ ഞാൻ കണ്ടക്ടർ. രണ്ടുപേരും ഒരുമിച്ച് ഒരു ബസ്സിലാണ് പോകുന്നത്. മൈസൂർ സർവീസാണ് പോകുന്നത്. നിങ്ങൾ കുറേ പേരെങ്കിലും ഒക്കെ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. കൽപ്പറ്റ ഡിപ്പോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ മകള് ആർദ്ര വിൽസൺ. അപ്പോൾ സ്റ്റേറ്റിലേക്ക് പിന്നെ പാടാനും തിരുവാതിര കളിക്കും അതേപോലെ തബലയ്ക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ അതെൻ്റെ അച്ഛന് ഒരു പഴയ കലാകാരനാണ്. അച്ഛന് പാടും. പാട്ട് മാത്രമല്ല, അച്ഛന് നാടകം, അതൊരു കലശലായ ഒരു ഇത് ആയിരുന്നു. എന്നുവെച്ചാൽ പണ്ടത്തെ അടൂർ ഭവാനി അതേപോലെ നെല്ലിക്കോട് ഭാസ്കരൻ ഇവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓ, അത് പറയാൻ വന്നപ്പോൾ പുലിയായിരുന്നു അല്ലേ പണ്ടത്തെ? ഓക്കെ. അച്ഛനിപ്പോൾ വയസ്സായി, അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോഴും പാടാറുണ്ട്. നന്മയുടെ പരിപാടികളിലൊക്കെ അച്ഛൻ പാടാറുണ്ട്. വയലാർ അനുസ്മരണങ്ങൾക്ക് അങ്ങനെയൊക്കെ പാടാറുണ്ട്. പിന്നെ ഇത് ആങ്ങള ഇപ്പോൾ ആനപ്പാറ റിസോർട്ടിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അവന് എന്താ പറയുക, സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഒന്നും മുഴുവനായിട്ടില്ല എങ്കിലും എല്ലാം, തബലയായാലും ഗിറ്റാറായാലും വയലിനായാലും ഫ്ലൂട്ട് പിന്നെ അതേപോലെ ഹാർമോണിക്ക അങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും കുറേശ്ശായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എന്താ കലാകുടുംബം എന്നൊക്കെ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഞാൻ ടീച്ചറെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ പിന്നെ ജാബിർ ഷാ മോള് പാടും, ബ്രദർ പാടും, ഹസ്ബൻഡ് പാടും, അച്ഛൻ പാടും, എല്ലാവരും കലാകാരന്മാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി. ഞാൻ എന്നിട്ട് പിന്നെ അപ്പം തന്നെ ടീച്ചറെ വിളിച്ചും ചെയ്തു, ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി തരണമെന്ന്. എന്തായാലും പറയാതെ വാക്കുകളില്ല. മനോഹരം. മോളെ വലിയ കലാകാരിയാവട്ടെ കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. അതിൽ തന്നെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. ഓക്കെ. എന്തായാലും നല്ലൊരു വേദി ഇവർക്ക് ഒരുക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലാണ്. അപ്പം നല്ല വലിയ ഷോകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കുറേ പേര് കോൺടാക്ട് ചെയ്യും, അത് ഉറപ്പാണ്. എന്തായാലും ഒരുപാട് തിരക്കിനിടയിലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്തായാലും അടുത്ത കലാകാരന്മാരായിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ.